നിയമത്തിൻ്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിയോട് അതിജീവിതയുടെ പ്രതികരണം ഇതായിരുന്നു. തനിക്ക് നീതി നൽകുന്നതിൽ രാജ്യത്തെ നിയമ സംവിധാനം പരാജയപ്പെട്ടുവെന്നാണ് അവർ പറയുന്നത്. എങ്കിൽ ആ പരാജയം എവിടെയാണ് സംഭവിച്ചത്? രാജ്യത്ത് പൗരന് നീതി നൽകുന്ന ഏതൊക്കെ സംവിധാനങ്ങളാണ് ആ നീതി അട്ടിമറിച്ചത്? ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ ആ വിധിന്യായം പരിശോധിച്ച് നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ കുറ്റമുക്തനാക്കിയ വിധിന്യായം 1704 പേജുണ്ട്. നടന്ന കുറ്റകൃത്യം എന്താണ് എന്ന് വിധിന്യായം കൃത്യമായി വിശദീകരിക്കുന്നു. ആ യുവതിക്ക് നേരെയുണ്ടായ ആക്രമണം സംബന്ധിച്ച വിധിന്യായത്തിലെ ആദ്യ ഭാഗത്തിലെ വിശദീകരണം ആരുടെയും ഉള്ളുലയ്ക്കുന്നതാണ്. കേരളം പോലെ താരതമ്യേന സ്ത്രീ സുരക്ഷയുള്ളൊരു സംസ്ഥാനത്ത് വളരെ പ്രിവിലേജുള്ള ഒരു സിനിമാ നടി ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടു എന്ന വസ്തുത ആരെയും ഞെട്ടിക്കും. നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയത് ഈ കുറ്റകൃത്യത്തിൽ അഥവാ ഈ ആക്രമണത്തിനുള്ള ഗൂഢാലോചനയിൽ നടൻ ദിലീപിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്ന് കണ്ടുകൊണ്ടല്ല. പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾ ഗൂഢാലോചന പോലെ ഒരു കുറ്റകൃത്യം തെളിയിക്കാൻ മതിയാവുന്നതല്ല എന്ന് കണ്ടുകൊണ്ടാണ്. എന്താണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിടാൻ കോടതി കണ്ടെത്തിയ കാരണങ്ങൾ? ദിലീപിനെതിരെ ചുമത്തിയത് ഗൂഢാലോചന കുറ്റമാണ്. ഗൂഢാലോചന എന്നാൽ രഹസ്യമായി നടക്കുന്ന ഒരു കാര്യമാണ്. അതിന് തെളിവുകളും സാക്ഷികളും കണ്ടെത്തുക പോലീസിനെ സംബന്ധിച്ച് വലിയ പാടാണ്. ലഭ്യമാകുന്ന തെളിവുകളും സാക്ഷിമൊഴികളും സംശയാതീതമായി കണ്ണിമുറിയാതെ അവതരിപ്പിക്കുക പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ദുഷ്കരവും. ദിലീപിനെ സംബന്ധിച്ച് ഈ കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണ മുതൽ ഗൂഢാലോചന സംബന്ധിച്ച നിയമപരമായ ഒന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ല എന്ന് വിധിന്യായം ചൂണ്ടിക്കാട്ടുന്നു. ദിലീപിൻ്റെ നിലവിലെ ഭാര്യയുമായുള്ള ബന്ധം മുൻ ഭാര്യയോട് വെളിപ്പെടുത്തിയതും അതേ തുടർന്നുണ്ടായ വിവാഹമോചനവും മൂലം അതിജീവിതയോടുള്ള വൈരാഗ്യമാണ് പ്രേരണയായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. 1ാം പ്രതി പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തുകയും അഡ്വാൻസ് നൽകുകയും ചെയ്തുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പൾസർ സുനി പകർത്തിയ നഗ്നദൃശ്യങ്ങൾ കൈമാറിയെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. ഒന്നാമതായി പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടത് ഗൂഢാലോചനയാണ്. പൾസർ സുനിയും ദിലീപും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ. കോടതിയുടെ ഭാഷയിൽ മീറ്റിംഗ് ഓഫ് മൈൻഡ് തെളിയിക്കണം. ഒരു കാര്യം ചെയ്യാൻ ഒന്നോ അതിലധികമോ കക്ഷികൾ ധാരണയെത്തിയെന്ന് തെളിയിക്കണം. അതെങ്ങനെ തെളിയിക്കും? ഒന്നുകിൽ അവർ തമ്മിൽ കരാറുണ്ടാക്കണം. ആ കരാറിൻ്റെ ഒരു പകർപ്പെങ്കിലും കണ്ടെടുക്കണം. കൊട്ടേഷൻ നൽകാൻ ആരും കരാറുണ്ടാക്കില്ലല്ലോ. ഇനി അവർ രഹസ്യയോഗം ചേർന്ന് ധാരണയിലെത്തിയെന്ന് തെളിയിക്കണം. രഹസ്യയോഗത്തിന് സാക്ഷികളുണ്ടാവുമോ? ഇല്ല. ഇനി അവർ രഹസ്യയോഗം നടത്തിയത് കണ്ടവരോ അറിയാവുന്നവരോ ആരെങ്കിലും ഉണ്ടോ? അവർ തമ്മിൽ കണ്ടത് ഗൂഢാലോചനയ്ക്ക് വേണ്ടിയാണ് എന്ന് കണ്ടു നിന്നവർക്ക് അറിയാൻ പറ്റുമോ? ഇനി അറിയാവുന്നവരുണ്ടെങ്കിൽ അവർ പ്രതികളുമായി അടുപ്പമുള്ളവരായിരിക്കും. അവർ ഗൂഢാലോചന നടന്നുവെന്ന് കോടതിയിൽ പറയുമോ? ഇല്ല. പിന്നെ എങ്ങനെ ഗൂഢാലോചന തെളിയിക്കും? 2013 മുതൽ പലയിടങ്ങളിലായി ഗൂഢാലോചന നടന്നുവെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ഒരിടത്തെ പോലും ഇവർ തമ്മിൽ കണ്ടത് ഗൂഢാലോചനയ്ക്ക് വേണ്ടിയാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല. പരസ്പരം കണ്ടു എന്നതോ പരിചയമുണ്ട് എന്നതോ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതോ ഒന്നും ഗൂഢാലോചനയ്ക്ക് തെളിവായി കോടതി പരിഗണിക്കില്ല. ദിലീപും പൾസർ സുനിയും ഒരേ സ്ഥലത്ത് പല സമയങ്ങളിൽ ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകളും ഇരുവരും ഫോണിൽ സംസാരിച്ചു എന്നതിൻ്റെ കാൾ ഡാറ്റയും ഹാജരാക്കിയിട്ടും കാര്യമില്ല. ഇരുവരും ഒരേ സ്ഥലത്തുണ്ടായിരുന്നു എന്നത് അവർ പരസ്പരം കണ്ടിട്ടുണ്ട് എന്നതിന് തെളിവാകുന്നില്ല. ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അവരെന്താണ് ഫോണിൽ സംസാരിച്ചതെന്ന് തെളിയിക്കണം. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം ആരെങ്കിലും ഒരാൾ റെക്കോർഡ് ചെയ്താൽ മാത്രമേ ആ തെളിവ് ലഭിക്കൂ. അവരത് ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ലാത്തതിനാൽ ആ തെളിവുമില്ല. ഇനി കുറ്റം ചെയ്യാനുള്ള പ്രേരണയെക്കുറിച്ച് പരിശോധിക്കാം. അതിജീവിതയോട് ദിലീപിനുള്ള വൈരാഗ്യം എങ്ങനെ തെളിയിക്കും? വൈരാഗ്യം മനസ്സിലുള്ള കാര്യമാണ്. ഒന്നുകിൽ ഈ വൈരാഗ്യം പ്രകടിപ്പിച്ചതിന് തെളിവ് വേണം. ഇങ്ങനെ വൈരാഗ്യം ഉള്ളതായി അറിയാവുന്നവരുടെ സാക്ഷിമൊഴിയാണ് ആകെ പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ കഴിയുക. ഈ സാക്ഷികളിൽ പലരും കോടതിയിൽ കൂറുമാറിയ സാക്ഷികൾ ആരൊക്കെയാണ് എന്ന് ഇതിനകം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദിലീപിൻ്റെ ഭീഷണിയെക്കുറിച്ച് അതിജീവിത അമ്മയിൽ പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് പോലീസിനോട് പറഞ്ഞ ഇടവേള ബാബു മുതൽ സിദ്ദീഖ്, ബിന്ദു പണിക്കർ, ഭാമ തുടങ്ങിയ താരങ്ങളൊക്കെയും ഈ കേസിൽ കൂറുമാറിയിട്ടുണ്ട്. ഇനി പ്രേരണ ഉണ്ട് എന്ന് തെളിഞ്ഞതുകൊണ്ട് മാത്രം അത് ഗൂഢാലോചനയ്ക്ക് തെളിവാവുകയുമില്ല. അപ്പോൾ ഉയരുന്ന സ്വാഭാവിക സംശയം എന്തായിരുന്നു ഈ കുറ്റം ചെയ്യാൻ പൾസർ സുനിയുടെ മോട്ടീവ് എന്നാണ്. പൾസർ സുനി കുറ്റം ചെയ്തു എന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശാസ്ത്രീയമായ തെളിവുകളുമുണ്ട്. അങ്ങനെ കുറ്റം ചെയ്തതായി തെളിഞ്ഞാൽ പിന്നെ പ്രതിയുടെ മോട്ടീവ് തെളിയിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ദിലീപിൻ്റെ കേസിൽ അത് ഗൂഢാലോചന മാത്രമാണ്. അവിടെ മോട്ടീവ് മാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങൾക്ക് തെളിവ് വേണം. കൊട്ടേഷൻ നടത്താൻ പൾസർ സുനിക്ക് ദിലീപ് പണം നൽകിയെന്നാണ് പ്രോസിക്യൂഷൻ്റെ മറ്റൊരു വാദം. ഗൂഢാലോചനയിലും കൊട്ടേഷൻ സംബന്ധിച്ച കേസുകളിലും പണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് വളരെ നിർണായകമായ തെളിവാണ്.
ഇവിടെ ദിലീപ് പൾസർ സുനിക്ക് പണം കൈമാറിയിട്ടുണ്ടോ എന്ന ചോദ്യം കോടതി ഉന്നയിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷന് രേഖയുണ്ടോ? ഇല്ല. പണം കൈമാറിയെന്ന് പ്രോസിക്യൂഷൻ പറയുന്ന സമയത്ത് അത്രയും തുകയോ അതിനോട് അടുത്ത തുകയോ ദിലീപ് ബാങ്കിൽ നിന്ന് പിൻവലിച്ചതിന് രേഖയുണ്ടോ? അതുമില്ല. ദിലീപ് നൽകിയത് എന്ന് തെളിയിക്കുന്ന പണമൊന്നും അന്വേഷണ സംഘത്തിന് പൾസർ സുനിയിൽ നിന്ന് കണ്ടെത്താനുമായിട്ടില്ല. ഇതാണ് കോടതിയുടെ നിരീക്ഷണം. ദിലീപിനെതിരെ ഈ കേസ് ഉണ്ടാവുന്നത് തന്നെ ജയിലിൽ നിന്ന് പൾസർ സുനി ദിലീപിന് അയച്ച ഒരു കത്തിൽ നിന്നാണ്. ഈ കത്ത് വഴി ഗൂഢാലോചന ദിലീപിലേക്ക് എത്തിക്കാനുള്ള പ്രോസിക്യൂഷൻ്റെ നീക്കവും കോടതി തള്ളി. ഒരാൾ ഒരു കത്ത് എഴുതി എന്നതുകൊണ്ട് മാത്രം ഗൂഢാലോചന തെളിയില്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അതിജീവിതയുടെ ദൃശ്യങ്ങൾ പകർത്തിയ ഒരു മെമ്മറി കാർഡാണ്. കാറിനുള്ളിൽ അതിജീവിതയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും കേസിൽ നിർണായകമായ തെളിവാണ്. ഈ മൊബൈൽ ഫോണോ ആ ഫോണിലുള്ള മെമ്മറി കാർഡോ കണ്ടെത്താനായിട്ടില്ല. ആ ഫോൺ കായലിലെറിഞ്ഞു എന്നു മുതൽ പൾസർ സുനി പല കാര്യങ്ങളാണ് മൊഴിയായി പോലീസിന് നൽകിയത്. കായലിലെറിഞ്ഞ ഫോണിന് വേണ്ടി പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. കൂട്ടുപ്രതികൾ പോലീസ് പിടിയിലായപ്പോൾ പൾസർ സുനി ഈ ഫോണിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തി മറ്റൊരു മെമ്മറി കാർഡിലാക്കി ഒരു അഭിഭാഷകനെ ഏൽപ്പിച്ചിരുന്നു. ഈ അഭിഭാഷകനാണ് ആ മെമ്മറി കാർഡ് പോലീസിന് കൈമാറിയത്. കേസിലെ ഏറ്റവും പ്രധാന തെളിവായ ഈ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ആരോ 3 വട്ടം തുറന്ന് പരിശോധിച്ചുവെന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ കാർഡ് ആരാണ്, എന്തിനാണ് തുറന്ന് പരിശോധിച്ചത്? ഈ കേസിൽ മുമ്പ് സൂചിപ്പിച്ച പ്രധാന തെളിവുകളുടെ അഭാവം വിചാരണയുടെ തുടക്കത്തിൽ തന്നെ വ്യക്തമായിരുന്നു. വിചാരണ തുടങ്ങുമ്പോൾ തന്നെ തെളിവുകളുടെ അഭാവം പ്രോസിക്യൂഷനെ കുഴക്കിയിരുന്നു. സാക്ഷികൾ കൂറുമാറുകൂടി ചെയ്തതോടെ പ്രോസിക്യൂഷൻ കേസ് പ്രതിസന്ധിയിലായി. അപ്പോഴാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ രംഗപ്രവേശം. അതിജീവിതയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപ് മറ്റുള്ളവരോടൊപ്പം വീട്ടിലെ വലിയ സ്ക്രീനിൽ കണ്ടതിന് താൻ സാക്ഷിയാണ് എന്നായിരുന്നു ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയെ കണ്ടും ബാലചന്ദ്രകുമാർ ഇക്കാര്യം അറിയിച്ചു. അതിനാധാരമായ ചില ശബ്ദ സന്ദേശങ്ങളും ബാലചന്ദ്രകുമാർ ഹാജരാക്കി. ഈ വെളിപ്പെടുത്തലോടെ വിചാരണയ്ക്കിടെ കേസ് പുനരന്വേഷിക്കാൻ കോടതി അനുമതി നൽകി. പോലീസ് കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് വീണ്ടും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനയിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയതായി കണ്ടെത്തി. ഇതിനർത്ഥം ആ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ആരൊക്കെയോ തുറന്ന് പരിശോധിച്ചിട്ടുണ്ട് എന്നാണ്. മെമ്മറി കാർഡ് തുറക്കുക മാത്രമല്ല, വാട്സാപ്പ്, ടെലഗ്രാം എന്നിവയിലേക്ക് പകർത്തിയതിനുള്ള സാധ്യതയും ഫോറൻസിക് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2018 ജനുവരി 9, 2018 ഡിസംബർ 13, 2021 ജൂലൈ 19 എന്നീ തീയതികളിലാണ് ഇത് തുറന്നു നോക്കിയിട്ടുള്ളത്. ഫോറൻസിക് പരിശോധനാ ഫലം പ്രോസിക്യൂഷനുമായോ അന്വേഷണ സംഘവുമായോ പങ്കുവയ്ക്കാൻ വിചാരണ കോടതി തയ്യാറായില്ല. പോലീസ് കോടതിയോട് ആവശ്യപ്പെട്ടെങ്കിലും നിരസിക്കുകയായിരുന്നു. ഇതോടെയാണ് അതിജീവിതയ്ക്ക് കോടതിയിൽ വിശ്വാസം പൂർണ്ണമായും നഷ്ടമാവുന്നത്. അതിനു മുമ്പ് തന്നെ കേസിലെ പ്രോസിക്യൂട്ടർ സുരേശൻ രാജിവെച്ചിരുന്നു. പ്രോസിക്യൂഷനോടുള്ള കോടതിയുടെ സമീപനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു രാജി. പിന്നീട് നിയമിതനായ പ്രോസിക്യൂട്ടറും രാജിവെച്ചതോടെ അതിജീവിതയുടെ തന്നെ ആവശ്യപ്രകാരം അഡ്വക്കേറ്റ് അജകുമാറാണ് പിന്നീട് കേസ് വാദിച്ചത്. ഫോറൻസിക് റിപ്പോർട്ടിന് വേണ്ടി അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു. 2023 ഡിസംബറിൽ മെമ്മറി കാർഡ് ചോർന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി വിചാരണ കോടതിയോട് ആവശ്യപ്പെട്ടു. 2 വർഷം ഇതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നു പ്രോസിക്യൂഷന്. അന്വേഷണത്തിൽ കണ്ടെത്തിയത് മെമ്മറി കാർഡ് കേസിൻ്റെ തുടക്കകാലത്ത് ആദ്യ 1 വർഷം കൈവശം വച്ച അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, വിചാരണ കോടതി ജഡ്ജിയുടെ PA മഹേഷ് മോഹൻ, ശിരസ്തദാർ താജുദ്ദീൻ എന്നിവരാണിത് തുറന്ന് പരിശോധിച്ചത് എന്നായിരുന്നു. ഇവർക്കെതിരെ ഒരു FIR പോലും ഇടാൻ വിചാരണ കോടതി തയ്യാറായില്ല. ഗൂഢാലോചനയ്ക്ക് പ്രത്യക്ഷ തെളിവുകളില്ലാത്ത ഈ കേസിൽ വളരെ നിർണായകമായ വഴിത്തിരിവായിരുന്നു ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ. കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നിരിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടുന്ന ഫോറൻസിക് റിപ്പോർട്ട് കോടതി തന്നെ പൂഴ്ത്തിവെച്ചു. ഇത് തുറന്ന് പരിശോധിച്ചവർക്കെതിരെ കോടതി കേസെടുക്കുക പോലും ഉണ്ടായിട്ടില്ല എന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ കോടതി കൂടി ആരോപണ വിധേയമാകുന്ന മെമ്മറി കാർഡ് അട്ടിമറിയാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിയെ വിമർശിക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ കുറച്ചുകൂടി സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഗൂഢാലോചന കേസ് അന്വേഷിച്ച പോലീസ് അത് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ചും ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം മെമ്മറി കാർഡ് അട്ടിമറിയെ ദിലീപുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച വന്നിട്ടുണ്ട്. ഇത്രയും വസ്തുതകൾ മുന്നിൽ വെച്ച് ചിലർ ഈ കേസിലെ വിധിയെ വിമർശിക്കുന്നതോടൊപ്പം കോടതിയെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പ്രോസിക്യൂഷൻ്റെ കേസിന് ആധാരമായ അന്വേഷണം നടത്തിയ പോലീസ് ഈ കേസ് കൃത്യമായി അന്വേഷിച്ചിരുന്നു എന്നും പരിശോധിക്കേണ്ടതുണ്ട്. ഈ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച സൂചന പ്രതിയിൽ നിന്നും പിന്നീട് മഞ്ജു വാര്യർ, അതിജീവിത എന്നീ സാക്ഷികളിൽ നിന്നും പോലീസിന് ലഭിച്ചതാണ്. എന്നാൽ അങ്ങനെ ഒരു ഗൂഢാലോചന ഇല്ലെന്നും അതെല്ലാം പ്രതിയുടെ ഭാവന മാത്രമാണ് എന്നുമാണ് മുഖ്യമന്ത്രി ആദ്യം പ്രഖ്യാപിച്ചത്. ആളെ പിടികൂടിയിട്ട് കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിലാണല്ലോ പറയാൻ പറ്റും ആരെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടോ. മനസ്സിലാക്കിയിടത്തോളം ഈ പറയുന്ന പ്രധാന പ്രതിയുടെ തന്നെ ഭാവനയാണിത്. പ്രധാന പ്രതിയുടെ ഭാവനക്കനുസരിച്ച് നടത്തിയ ഒരു നടപടിയാണിത്.
അയാളുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു സങ്കല്പം. ഒരു കുറ്റകൃത്യം എങ്ങനെ നടത്തണം എന്ന് കുറ്റവാളി സങ്കല്പിച്ചു വെക്കുമല്ലോ, അതിൻ്റെ ഭാഗമായി നടത്തിയ കാര്യം. മാസങ്ങൾ കഴിഞ്ഞാണ് ഗൂഢാലോചന പോലീസ് അന്വേഷിക്കുന്നതും ദിലീപിലേക്ക് അന്വേഷണം എത്തുന്നതും. ഒരു കുറ്റകൃത്യം നടന്ന് അതിലെ തെളിവുകൾ നശിക്കാൻ ഈ സമയം ധാരാളമാണ്. ഈ കേസ് തുടക്കത്തിൽ അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ച് IG ദിനേശ് കാശ്യപിൻ്റെ നേതൃത്വത്തിലാണ്. പിന്നീട് ദിലീപിനെതിരായ ഗൂഢാലോചന കേസ് അന്വേഷിക്കുന്നത് ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലും. അന്ന് ആലുവ റൂറൽ SP ആയിരുന്ന AV ജോർജിൻ്റെ നേതൃത്വത്തിലാണ് ദിലീപിനെ ചോദ്യം ചെയ്തതും മറ്റും. ചോദ്യം ചെയ്ത് അറസ്റ്റും നടന്ന് ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടും ഈ കേസിലെ നിർണായക തെളിവുകൾ കണ്ടെത്താൻ പോലീസിനായില്ല. ദൃശ്യം പകർത്തിയ ഫോൺ, അതിലെ മെമ്മറി കാർഡ്, ദിലീപ് ഗൂഢാലോചന നടത്തിയെങ്കിൽ ദിലീപിൻ്റെ ഫോൺ, ഇവയൊന്നും ഇക്കാലയളവിൽ കണ്ടെത്താനോ പരിശോധിക്കാനോ പോലീസിന് കഴിഞ്ഞില്ല. മാസങ്ങൾക്ക് ശേഷം ദിലീപ് പോലീസിന് കൈമാറിയതാകട്ടെ പുതിയ ഫോണുകളായിരുന്നു. ഇവർ അന്വേഷിച്ച് കണ്ടെത്തിയ തെളിവുകൾ വെച്ചാണ് തുടക്കത്തിൽ ഈ കേസ് പ്രോസിക്യൂഷൻ വാദിച്ചതും തെളിവില്ലായ്മ മൂലം പ്രോസിക്യൂഷൻ പ്രതിസന്ധിയിലായതും. പിന്നീട് ബാലചന്ദ്രകുമാർ രംഗപ്രവേശനം ചെയ്ത ശേഷം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കേണ്ട ADGP B സന്ധ്യയെ ചുമതലയിൽ നിന്ന് നീക്കി. പകരം ക്രൈംബ്രാഞ്ച് IG S ശ്രീജിത്തിനെ നിയോഗിച്ചു. 2022 ദിലീപിൻ്റെ പരാതിയെ തുടർന്ന് ശ്രീജിത്തിനെ സർക്കാർ ക്രൈംബ്രാഞ്ചിൽ നിന്നേ മാറ്റി ട്രാൻസ്പോർട്ട് കമ്മീഷണറാക്കി മാറ്റി. കേസന്വേഷണത്തിലെ ആൻറ്റി ക്ലൈമാക്സ് എന്ന് വിളിക്കപ്പെട്ട ആ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തലവനെ മാറ്റിയതിനെതിരെ വിമൻ ഇൻ സിനിമ കളക്റ്റീവ്, CPI നേതാവ് ആനി രാജ എന്നിവരൊക്കെ രംഗത്തെത്തിയിരുന്നു. ശ്രീജിത്തിനെതിരെ ദിലീപിൻ്റെ അഭിഭാഷകർ ആരോപിച്ച കുറ്റം കൃത്രിമ തെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു. ഒരു കേസിലെ പ്രതിയുടെ ആവശ്യപ്രകാരം അന്വേഷണ സംഘത്തലവനെ തന്നെ സർക്കാർ മാറ്റുന്ന അപൂർവ നടപടിയായിരുന്നു അത്. ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ യഥാർത്ഥത്തിൽ ഈ കേസ് തെളിയിക്കാൻ ആവശ്യമായ നിർണായക ലീഡായിരുന്നു. ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പോലീസ് ദിലീപിൻ്റെ വസതിയിലും മറ്റും റെയ്ഡ് നടത്തി. അന്വേഷണ സംഘത്തെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതിന് പുതിയ കേസും എടുത്തു. ദിലീപിൻ്റെയും അനുജൻ അനൂപിൻ്റെയും ശബ്ദ സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. എന്നാൽ ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ശബ്ദ സന്ദേശങ്ങൾ പകർത്തിയ ഒറിജിനൽ ഉപകരണം ഈ കേസിൽ പോലീസ് ഹാജരാക്കിയില്ല. ഡിജിറ്റൽ തെളിവുകൾ കോടതി പരിഗണിക്കുമ്പോൾ പ്രധാനമാണ് അത് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ. അതിജീവിതയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ, ദിലീപിൻ്റെ മൊബൈൽ ഫോൺ, ബാലചന്ദ്രകുമാർ ശബ്ദം പകർത്തിയ ഫോൺ എന്നിവയൊന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പ്രതിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാൻ കഴിയാത്ത പോലീസിനെ കബളിപ്പിച്ച് മറ്റു ഫോണുകൾ ഹാജരാക്കുന്ന പ്രതി, യഥാർത്ഥ ഫോൺ പോലീസ് അറിയാതെ അഭിഭാഷകർ വഴി മുംബൈയിലേക്ക് അയച്ച് ഫയലുകൾ ഡിലീറ്റ് ചെയ്യുന്ന പ്രതി, നിർണായക തുണ്ടിയും തെളിവും കോടതിയുടെ കസ്റ്റഡിയിൽ പോലും സുരക്ഷിതമല്ലാത്ത കേസ്, പ്രതിയുടെ ആവശ്യപ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുന്ന സർക്കാർ. ഇങ്ങനെ ഒരു കേസിൽ നീതി നടപ്പാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?